ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും അനു സിംപ്ലി ബ്യൂട്ടി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഒരു ഫേസ് പാക്ക് വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഫേസ് പാക്ക് വീഡിയോ എന്ന് പറയുമ്പോൾ അതൊരു ആയുർവേദ ഫേസ് പാക്ക് ആണ്. ഓക്കെ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുള്ള ഒരു ഫേസ് പാക്ക് ആണ്. നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്ക് ആണിത്. നമുക്ക് 100%-ൽ 100%-ഉം വിശ്വസിച്ച് ചെയ്യാൻ പറ്റിയ ഒരു ഫേസ് പാക്ക് ആണ്. കുട്ടികൾ മുതൽ വയസ്സായ ആളുകൾ വരെ, അതായത് പ്രായമായ ആളുകൾക്ക് വരെ ചെയ്യാൻ പറ്റിയ ഒരു ഫേസ് പാക്ക് ആണ്. ഇവിടെ പറഞ്ഞു ആയുർവേദ ഫേസ് പാക്ക് ആണെന്ന്. വേറെ ഒന്നുമല്ല, നമ്മുടെ നവര അരി ഫേസ് പാക്ക് ആണ് കേട്ടോ. ഓക്കെ, ഇത് നവര അരി പൊടിച്ചെടുത്ത് വെച്ചതാണ്. ഓക്കെ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുള്ള ഒരു ഫേസ് പാക്ക് ആണ്. ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് ആഴ്ചയിൽ 2 തവണ ചെയ്താൽ മതി. നമ്മുടെ ഫേസിലുള്ള കറുത്ത പാടുകളും പിന്നെ മുഖക്കുരു വന്ന പാടുകളും പിന്നെ ഫേസിലുള്ള ചുളിവുകളും ഒക്കെ മാറിക്കിട്ടാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഫേസ് നല്ല ബ്രൈറ്റൻ ആയിട്ട് ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്ക് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കുന്നതിന് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നവര അരി പൊടിച്ചത്. ഓക്കെ, ഇത് നവര അരി പൊടിച്ചെടുത്ത് വെച്ചാണ് കേട്ടോ. ഓക്കെ, ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഇത് മിക്സ് ചെയ്യാനായിട്ടുള്ള പാല്. ഈ 2 ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്ക് നന്നായിട്ട് ഫേസ് പാക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി അതിൻ്റെ കൂടെ നിങ്ങൾക്ക് നവര അരിയുടെ കൂടെ നിങ്ങൾക്ക് ലിക്കറൈസ് പൗഡർ ഉണ്ടെങ്കിൽ അതുകൂടെ മിക്സ് ചെയ്തിട്ട് ചെയ്യുന്നത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. കുറച്ചുകൂടെ ബെറ്റർ റിസൾട്ട് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. കണ്ണിന് ചുറ്റും ഡാർക്ക് സ്പോട്ട്സ്, ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നവര അരിയുടെ കൂടെ ലിക്കറൈസ് പൗഡർ കൂടെ 2 സ്പൂൺ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് പാലിൽ മിക്സ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഒരു 15-20 മിനിറ്റ്സ് വെച്ചിട്ട് നമുക്കത് വാഷ് ഔട്ട് ചെയ്ത് കളയാം. സാധാ വെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ ഡാർക്ക് സ്പോട്ട്സ്, ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവർ നവര അരിയുടെ കൂടെ 2 സ്പൂൺ, അതായത് ഒരു 1-2 സ്പൂൺ നവര അരി എടുത്താൽ അതിലൊരു 2 സ്പൂണ് ലിക്രൈസ് പൗഡറും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് പാലിലോ അതല്ലെങ്കിൽ റോസ് വാട്ടറിലോ മിക്സ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതൊരു നല്ല അടിപൊളി ഫേസ് പാക്ക് ആണ്. കുട്ടികൾക്ക് മുതൽ പ്രായമുള്ള ആളുകൾക്ക് വരെ യൂസ് ചെയ്യാം. ഇതിന് ജെൻഡർ പ്രോബ്ലം അങ്ങനെയൊന്നുമില്ല. അതായത് മെൻസിനും വുമൻസിനും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഫേസ് പാക്ക് ആണിത്. ഓക്കെ, അപ്പോൾ എന്നാൽ ഞാൻ ഒട്ടും സമയം കളയുന്നില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു പാക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പം നമുക്ക് നവര ഫേഷ്യലിന് ആയിട്ടുള്ള പാല് നമുക്കിവിടെ വേണം. ഞാനിവിടെ 1/4 ഗ്ലാസ് പാൽ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത്രയും പാൽ ആവശ്യമാണ് കേട്ടോ. കാരണം നമുക്കിതൊന്ന് ഫ്ലെയിമിൽ വെച്ചിട്ട് കുറുക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. അതിനാണ് നമ്മൾ ഇത്രയും പാൽ എടുക്കുന്നത്. ഓക്കെ, ഇനി അതല്ല നിങ്ങൾക്ക് പാലില്ലെങ്കിൽ റോസ് വാട്ടർ ആഡ് ചെയ്തിട്ട് കുറുക്കിയെടുക്കാം. അതല്ല പച്ചവെള്ളം ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതേപോലെ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറുക്കിയെടുക്കാവുന്നതാണ്. ഞാനിവിടെ പാലുള്ളത് കൊണ്ടാണ് പാൽ ആഡ് ചെയ്തിട്ട് കുറുക്കിയെടുക്കുന്നത്. 2 ടീസ്പൂണ് നവരപ്പൊടി ഞാനിതിൽ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, പിന്നെ ഈ ഒരു നവര ഞാനിങ്ങനെ നവര അരിയായിട്ട് വാങ്ങിച്ചിട്ട് പൊടിച്ചു വെച്ചതാണ് കേട്ടോ. നമുക്ക് എത്ര കാലം വരെ വേണമെങ്കിലും നവര പൊടിച്ചിട്ട് ഇതേപോലെ ഡപ്പയിലാക്കി സൂക്ഷിക്കാവുന്നതാണ്. വേണ്ട സമയത്ത് നമുക്ക് ഇതേപോലെ ഫേസ് പാക്ക് ആക്കിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് ഞാനിതിൽ ചേർക്കുന്നത് ലിക്കറൈസ് പൗഡറാണ്. ലിക്കറൈസ് പൗഡറിൻ്റെ ഗുണം പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതാണ്. നമ്മുടെ ഫേസിലുള്ള കറുത്ത പാടുകളും കുത്തുകളും കലകളും മുഖക്കുരു വന്ന പാടുകളും എല്ലാം മാറ്റിയെടുക്കാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ ലിക്കറൈസ് പൗഡർ. അത് 2 സ്പൂൺ ഞാനിതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിത് ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. ചെറിയ രീതിക്ക് തന്നെ ചൂടാക്കി എടുക്കുമ്പോൾ തന്നെ ലോ ഫ്ലെയിമിൽ വേണം നമ്മളിത് ചൂടാക്കി എടുക്കാനായിട്ട്. ചൂടാക്കി എടുക്കുമ്പോൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ട് നിൽക്കണം കേട്ടോ. അപ്പം ഞാനിത് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു കുറുക്കിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് കിട്ടാനായിട്ട്. ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം നല്ലൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഈ ഒരു നവര ഫേഷ്യൽ നമ്മുടെ മുഖത്തെ ചുളിവുകൾ കുറയ്ക്കാനായിട്ടും അതുപോലെ തന്നെ നമ്മളെ മുഖക്കുരു വന്ന പാടുകൾ ഇല്ലാതാക്കാനായിട്ടും പിന്നെ മുഖത്തെ കലകളും പാടുകളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇല്ലാതാക്കാനായിട്ടും പിന്നെ മുഖത്തെ മൂക്കിൻ്റെ സൈഡിലായിട്ടൊക്കെയുള്ള വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഇല്ലാതാക്കാനായിട്ടും കണ്ണിന് ചുറ്റുമുള്ള കറുത്ത പാടുകളും കറുത്ത കലകളൊക്കെ ഇല്ലാതാക്കാനായിട്ടും അതായത് ഡാർക്ക് സർക്കിൾസ്, ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ മാറ്റിയെടുക്കാനായിട്ടും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണിത്. ഈ ലിക്കറൈസ് പൗഡർ എന്ന് പറയുന്നത് നമ്മുടെ ഫേസിലെ
കണ്ണിന് ചുറ്റുമുള്ള ഡാർക്ക് സർക്കിൾസ്, ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ മാറ്റിയെടുക്കാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. ഓക്കെ, അപ്പം മൊത്തത്തിൽ നമ്മുടെ ഈ ഒരു ഫേസ് പാക്ക് എന്ന് പറയുന്നത് ഫേസ് നന്നായിട്ടൊന്ന് ബ്രൈറ്റൻ ആവാനായിട്ടും ഫേസ് ഒന്ന് ഗ്ലോ ആവാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണ് കേട്ടോ. ഫേസ് അങ്ങനെ ഒന്ന് സോഫ്റ്റ് ആൻഡ് സപ്പിൾ ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണിത്. പിന്നെ ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് ഒത്തിരി സമയത്തിൻ്റെ ആവശ്യമില്ല. വെറും 5 മിനിറ്റ്സ് മതി. 5 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതായത് മൊത്തത്തിൽ ഒരു അടിപൊളി ഫേസ് പാക്കാണ് നമ്മൾ ഇച്ചിരി സമയം കൊണ്ട് തയ്യാറാക്കി എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്താൽ മതി കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ആ ഒരു നവര ഫേഷ്യൽ ഈ ഒരു ക്രീമി കൺസിസ്റ്റൻസിയിലായിട്ട് വരും. ഓക്കെ, കണ്ടില്ലേ? ഇതിൽ ഞാൻ ലിക്കറൈസ് പൗഡർ കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. 2 സ്പൂൺ ലിക്കറൈസ് പൗഡറും 2 സ്പൂൺ നവര അരിയും പിന്നെ കുറച്ച് പാലും കൂടെ ചേർത്ത് നന്നായിട്ട് നമ്മൾ ഒന്ന് ചൂടാക്കുക. ഒരു കുറുക്ക്, കുട്ടികൾക്ക് കൊടുക്കണ കുറുക്ക് രൂപത്തിലായി വരും. ആ ഒരു സമയത്ത് ആകുമ്പോഴേക്കും, ആ ഒരു കുറുക്ക് രൂപം ആകുമ്പോഴേക്കും നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ. എങ്കിലും നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മുടെ ഫേസ് പാക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, ഈ ഒരു പാക്ക് നമുക്ക് ആഴ്ചയിൽ 2 തവണയായിട്ട് യൂസ് ചെയ്യാം. ഈ ഒരു പാക്ക് ഇടുന്നതിന് പ്രായമോ അങ്ങനെയൊന്നുമില്ല കേട്ടോ, ജെൻഡറോ അങ്ങനെയൊന്നുമില്ല. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും, അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു പുരുഷന്മാർക്കും സ്ത്രീകൾക്കും, അതുപോലെ തന്നെ പ്രായം കുറവുള്ള മക്കൾക്ക് വരെ, അതായത് കുറഞ്ഞ പ്രായമുള്ള കുട്ടികൾക്ക് വരെ, 10 വയസ്സുള്ള കുട്ടികൾക്കാണെങ്കിലും ഇത് യൂസ് ചെയ്യാം കേട്ടോ. അതുകൊണ്ടൊന്നും ഒരു പ്രശ്നം വരാനില്ല. ആയുർവേദ ഫേഷ്യലാണിത്. പേടിയും കൂടാതെ നമുക്ക് ഫേസിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഫേസ് പാക്കാണിത്. ആയുർവേദ ഫേഷ്യലാണ്. ഓക്കെ, അപ്പം ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്യുകയാണ് കേട്ടോ. ചൂടാറിയതിന് ശേഷം വേണം നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാം. ഫേസ് നന്നായിട്ട് ക്ലൻസ് ചെയ്തിട്ട് വേണം, ഫേസ് വാഷോ ക്ലൻസറോ യൂസ് ചെയ്ത് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഫേസിൽ ഇത് അപ്ലൈ ചെയ്യാനായിട്ട്. ഞാൻ ഫേസ് വാഷ് ചെയ്ത് വന്നിരിക്കുകയാണ്. ഓക്കെ, പിന്നെ ഇതിൽ ഞാൻ ചേർത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ലിക്രൈസും അതുപോലെ നവര അരിയും പിന്നെ പാലുമാണ് കേട്ടോ. ഓക്കെ, പിന്നെ ഈ ഓയിലി സ്കിന്നുകാരാണെന്നുണ്ടെങ്കിൽ അവർ പാലിന് പകരം റോസ് വാട്ടർ ആഡ് ചെയ്തിട്ട് ഈ ഒരു പാക്ക് ഇട്ട് നോക്കാവുന്നതാണ്. ഓയിലി സ്കിന്നുകാർക്കും എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഫേസ് പാക്കാണിത്. നമ്മുടെ ഫേസ് ഒന്ന് ക്ലീൻ ആവാനും ഫേസിലുള്ള ചുളിവുകൾ മാറാനായിട്ടും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും ഈ ഒരു ആയുർവേദ ഫേഷ്യൽ. ഫേസിലുള്ള എന്ത് പ്രശ്നമാണെങ്കിലും അതൊക്കെ ക്ലിയർ ചെയ്യാനായിട്ട് ഈ ഒരു ആയുർവേദ ഫേഷ്യൽ ഇട്ട് കൊടുത്താൽ മതി, ഈ ഒരു ഫേസ് പാക്ക് ഇട്ട് കൊടുത്താൽ മതി. ആഴ്ചയിൽ 2 തവണയായിട്ട് ചെയ്യണം. പിന്നെ നമുക്ക് ഈ ഒരു പാക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സൂക്ഷിക്കാം കേട്ടോ. ആഴ്ചയിൽ 2 തവണയായിട്ട് ഇട്ട് കൊടുക്കാൻ നമുക്ക്. പിന്നെ കണ്ണിനടിയിലൊക്കെ നന്നായിട്ട് ഇട്ട് കൊടുക്കണം. എങ്കിലേ നമ്മുടെ കണ്ണിനടിയിലുള്ള ഡാർക്ക് സർക്കിൾസ്, ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യുള്ളൂ. ചെറിയൊരു മസാജ് കൊടുക്കുന്നത് നല്ലതാണ്. നമ്മൾ ഏത് ഫേസ് പാക്കാണ് ഇട്ട് കൊടുക്കുന്നതെങ്കിലും, ഏത് ഫേസ് പാക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും ചെറിയൊരു മസാജ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. നമ്മുടെ ഫേസിനും നല്ലതാണത്. ഓക്കെ, നമ്മുടെ കണ്ണിനടിയിലുള്ള ഡാർക്ക് സ്പോട്ട്സ്, ഡാർക്ക് സർക്കിൾസ് ഒക്കെ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ക്രീമും കാര്യങ്ങളൊക്കെ വാങ്ങി യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇത്തരം ഫേസ് പാക്കുകളൊക്കെ ഹോം റെമഡീസ് ഒക്കെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്ങനെ നമുക്ക് നമ്മുടെ കണ്ണിനടിയിലുള്ള ഡാർക്ക് സ്പോട്ട്സും ഡാർക്ക് സർക്കിൾസും ഫേസിലുള്ള ചുളിവുകളും ഫേസിലുള്ള കുത്തുകളും കോമകളും ഒക്കെ മാറ്റാൻ പറ്റും കേട്ടോ. പിന്നെ നിങ്ങൾ ഇടുന്ന സമയത്ത് നല്ല കട്ടിക്ക് തന്നെ ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ കഴുത്തിലേക്കൊന്നും പോകുന്നില്ല. നിങ്ങൾ ഫേസ് പാക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത്, ഏതൊരു ഫേസ് പാക്ക് ആണെങ്കിലും നിങ്ങൾ ഇട്ട് കൊടുക്കുമ്പോൾ നെക്കിലും കൂടെ അപ്ലൈ ചെയ്യാൻ മറക്കരുത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണ് കേട്ടോ. എൻ്റെ ഒരു ഫേവറേറ്റ് ഫേസ് പാക്കാണിത്. നമ്മുടെ ഫേസ് ഒന്ന് ക്ലീൻ ആവാനായിട്ട്, ഇപ്പം കല്യാണ ഫംഗ്ഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2 ഡേയ്സ് മുന്നേ നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ ഫേസ് ഒന്ന് ക്ലീൻ ആവാനായിട്ടും ബ്രൈറ്റൻ ആവാനായിട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ.
ഞാനിത് ഈ ഒരു പാക്ക് ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ വെക്കാറുണ്ട്. എന്നിട്ട് 2 ദിവസം കഴിഞ്ഞാൽ, അതായത് നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ആഴ്ചയിൽ 2-3 തവണയായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഫേസ് പാക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ആ ഒരു സമയത്തേക്ക് 2-3 തവണയായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സൂക്ഷിക്കാം. ഓക്കെ. പാല് നമ്മുടെ ഫേസ് നല്ല മോയ്സ്ചറൈസ് ആയിട്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഡ്രൈ സ്കിന്നുകാർക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അവരുടെ സ്കിന്ന് മോയ്സ്ചറൈസ് ആയിട്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് പാൽ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ പാക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 50-20 മിനിറ്റ്സ് വെച്ചതിന് ശേഷം സാധാ വെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ഓക്കെ, അപ്പം ഞാനിത് വാഷ് ഔട്ട് ചെയ്ത് വന്നതിന് ശേഷം നമ്മുടെ ഫേസ് എങ്ങനെയുണ്ടെന്നുള്ളത് കാണിക്കാം. ഓക്കെ, അപ്പം ഞാനിത് ആ ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. 50-20 മിനിറ്റ്സ് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് സാധാ വെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്ത് കളയാണ് വേണ്ടത്. അതിന് മുമ്പ് നമ്മൾ ചെറിയ രീതിക്ക് ഫേസ് ഒന്ന് നനച്ചതിന് ശേഷം സോഫ്റ്റായിട്ടൊന്ന് മസാജ് ചെയ്തിട്ട് വേണം വാഷ് ഔട്ട് ചെയ്ത് കളയാനായിട്ട്. അപ്പം ഞാനിതാ ഫേസ് വാഷ് ഔട്ട് ചെയ്തിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഇതാ കണ്ടില്ലേ, ഫേസ് നല്ല ബ്രൈറ്റനായി വന്നിട്ടുണ്ട്. ഗ്ലോയിങ് ആൻഡ് ബ്രൈറ്റനിങ് ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ലൈവ് റിസൾട്ടാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഓക്കെ, കണ്ണിനടിയിലുള്ള ഡാർക്ക് സർക്കിൾസ് ഒക്കെ മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ മൂക്കിന് സൈഡിലായിട്ട് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക്, അതൊക്കെ പോയിട്ടുണ്ട്. സ്കിന്ന് നല്ല സോഫ്റ്റ് ആൻഡ് സപ്പിളായി വന്നിട്ടുണ്ട്. ലൈവ് റിസൾട്ടാണ്, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഞാൻ ചുമ്മാ പറയുമല്ല, ചെയ്ത് കാണിച്ചതാണ്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഈ ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്ത് നോക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ ഒരു മോസ്റ്റ് ഫേവറേറ്റ് ഫേസ് പാക്കാണിത് കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുള്ള ഒരു ഫേസ് പാക്കാണ്. ആഴ്ചയിൽ 2-3 തവണയായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അടിപൊളിയാണ്. നമ്മുടെ ഫേസ് നല്ലൊരു ബ്രൈറ്റനിങ് ആൻഡ് ഗ്ലോയിങ് ആയിട്ടിരിക്കും കേട്ടോ. പിന്നെ ഞാൻ വീണ്ടും പറയുകയാണ്, ഈ ഒരു ഫേസ് പാക്ക് എല്ലാവർക്കും, പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരുപോലെ ചെയ്യാൻ പറ്റിയ ഫേസ് പാക്കാണ്. ഇതാ ഞാൻ ഫേസ് വാഷ് ചെയ്ത് വന്നിരിക്കുകയാണ്. അടിപൊളി റിസൾട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഫേസ് നല്ല ഗ്ലോ ആയിട്ടുണ്ട്. ഓക്കെ, ഓയിലി സ്കിന്നുകാരാണെന്നുണ്ടെങ്കിൽ പാല് യൂസ് ചെയ്യേണ്ട കേട്ടോ. അവർ റോസ് വാട്ടർ മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി, ഒന്ന് കുറുക്കിയെടുത്താൽ മതി. ഓക്കെ, ഇനി അതല്ലെങ്കിൽ വെള്ളം ആയാലും മതി കേട്ടോ. പച്ചവെള്ളം ആഡ് ചെയ്തിട്ടൊന്ന് കുറുക്കിയെടുത്ത് ഫേസ് പാക്ക് ആക്കി ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഓക്കെ, പിന്നെ എന്നെപ്പോലെ ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ, ഡ്രൈ സ്കിൻ ആയിട്ടുള്ളവരുണ്ടെങ്കിൽ അവർക്ക് വിറ്റമിൻ ഇ ക്യാപ്സ്യൂൾ കൂടെ ഈ ഒരു പാക്ക് നമ്മൾ ചൂടാക്കി കുറുക്കിയെടുത്തതിന് ശേഷം, അത് ചൂടാറിയ ശേഷം വിറ്റമിൻ ഇ ക്യാപ്സ്യൂൾ അതിലേക്ക് ഒരെണ്ണം പൊട്ടിച്ചൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. എൻ്റെ കയ്യിൽ വിറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഇല്ലാതിരുന്നതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്യാതിരുന്നത്. ഓക്കെ, നല്ല ഗ്ലോ ആയിട്ടുണ്ട്. ഓക്കെ, നന്നായിട്ട് ബ്രൈറ്റനായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ? ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ റിസൾട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്ന എൻ്റെ ഒരു ഫേവറേറ്റ് ഫേസ് പാക്കാണിത്. നമ്മുടെ ഫേസിൽ എന്ത് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിലും അതൊക്കെ മാറി കിട്ടാനായിട്ട് ഏറ്റവും നല്ലൊരു ഫേസ് പാക്കാണിത്. ഇതൊരു ആയുർവേദ ഫേഷ്യലാണ്. ഓക്കെ, ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് നിങ്ങൾ കമൻസിൽ അറിയിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയാനായിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഫേസ് പാക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.